നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡോളറിനെതിരെ രൂപ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ഏറിയ നേട്ടം കൈക്കൊള്ളുന്നത് പ്രവാസികൾ തന്നെയാണ്. ഇതേ തുടർന്ന് നാട്ടിൽ ശമ്പളം അയക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഒരു പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറെ സന്തോഷം തരുന്ന ആ വാർത്ത ഇതാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ച തടയുന്നതിനും വിദേശ നിക്ഷേപത്തിന്റെ വരവ് കൂട്ടുന്നതിനുമായി റിസർവ് ബാങ്ക് പല പുതിയ നടപടികളും നടപ്പിൽ വരുത്തുകയാണ്. പ്രവാസികളിൽ നിന്നും കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനായി തന്നെ നിക്ഷേപത്തിന് കൂടുതൽ ആദായം നൽകുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് റിസർവ് ബാങ്ക് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുന്നതിനാൽ തന്നെ എങ്ങനെയും കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് സർക്കാർ നോക്കുന്നത്. ജൂലൈ 7 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലാവധിയിൽ ലഭിക്കുന്ന NRI നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നൽകാനാണ് റിസർവ് ബാങ്ക് തീരുമാനമെന്നത്. NRI നിക്ഷേപത്തിന് ഇളവുകൾ നൽകുമ്പോൾ അത് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്ന പ്രതീക്ഷയാണ് ഇതിന് പിന്നിൽ ഉള്ളത്. FCNR, NRE നിക്ഷേപങ്ങൾക്കാണ് ഇളവുകൾ ലഭിക്കുന്നത്. എന്നാൽ NRO അക്കൗണ്ടുകളിൽ നിന്ന് NRE അക്കൗണ്ടിലേക്ക് പണം മാറ്റിയാൽ ഇളവുകൾ ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സന്തോഷകരമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഏറെ ദുരിതത്തിലൂടെയാണ് പ്രവാസികൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമാന ടിക്കറ്റുകൾ കുത്തനെ ഉയർന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാനാകാതെ വലയുകയാണ് നമ്മുടെ പ്രവാസികൾ. 5000 രൂപയിൽ തുടങ്ങിയിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ 10 ഇരട്ടി വരെ വർധനവുണ്ടായെന്ന് യാത്രക്കാർ പരാതിപ്പെടുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിൽ അവധിക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്നും ഉയർന്ന തുക ഇത്തരത്തിൽ വാങ്ങുന്നത്. 5000 രൂപ മുതൽ തുടങ്ങുന്ന ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ ജൂൺ മാസം 40,000 രൂപ വരെയായി ഉയർത്തി. യാത്രാ നിരക്ക് കുറയ്ക്കാൻ ഇടപെടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവധി കഴിഞ്ഞ് പ്രവാസികൾ തിരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. കോഴിക്കോട് നിന്ന് ഓഗസ്റ്റ് മാസം ദുബായിലേക്ക് പോകണമെങ്കിൽ കുറഞ്ഞത് 25,000 രൂപയെങ്കിലും ചിലവാക്കണം. കൂടാതെ ആഭ്യന്തര യാത്രാ നിരക്കുകളും നന്നായി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ 20% വർധനമാണ് ഉണ്ടായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.